ഹലോ, എൻ്റെ പേര് ആദിത്യ ബേബി. ഞാൻ ഇത്തവണ മലയാളം സിനിമ ടുഡേയിൽ സ്ക്രീൻ ചെയ്യപ്പെടുന്ന ആംബ്രോസി എന്ന സിനിമയുടെ ഡയറക്ടറാണ്. ആക്ച്വലി ഇതിൻ്റെ തേർഡ് ഇയർ ആണ് IFFK-യിൽ. ഞങ്ങളുടെ തേർഡ് കോൺസിക്യൂട്ടീവ് ഇയർ ആണ്. ആദ്യ വർഷം നീലമുടി എന്നൊരു സിനിമയുടെ 20th IFFK-യിൽ അതിൻ്റെ ആക്ടറായിട്ടായിരുന്നു ഞാൻ വന്നിരുന്നത്. ഞാൻ ലാസ്റ്റ് ഇയർ നമ്മൾ ക്യൂപ്പിഡ് സോ ദ സ്റ്റാർ കാമദേവ നക്ഷത്രം കണ്ടുവന്നൊരു സിനിമ എൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണത്. അതുമായിട്ടായിരുന്നു ലാസ്റ്റ് ഇയർ എത്തിയത്. ഇക്കൊല്ലം വീണ്ടും ഒരു പുതിയ സിനിമയായിട്ട് ആംബ്രോസി എന്ന സിനിമയായിട്ട് ഈ വേദിയിൽ വരാൻ പറ്റി. ലാസ്റ്റ് 2 ഇയറിനെക്കാട്ടിയും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഇത്തവണ സിനിമയ്ക്ക്. അത് കുറച്ചും കൂടെ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളൊരു മൂവിയാണ്. ലാസ്റ്റ് 2 ഇയർ നമ്മൾ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടാണ് അത് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആംബ്രോസിയെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു അബ്സേർഡ് സറ്റയർ ആൻഡ് ഫാൻറ്റസി ജോണറിൽ ചെയ്തിട്ടുള്ള സിനിമയാണ്. ഒരു ഫിക്ഷണൽ സിറ്റിയിലെ ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റിനുള്ളിലെ കിച്ചൺ ആൻഡ് ഡൈനിങ് ഏരിയയിൽ സംഭവിക്കുന്ന ഒരു കഥയാണ് ആംബ്രോസിയ. ഇന്നലെയാണ് അതിൻ്റെ ഫസ്റ്റ് സ്ക്രീനിങ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പം 2 സ്ക്രീനിങ് കൂടി ഉണ്ട്. അപ്പോൾ നല്ല അഭിപ്രായങ്ങൾ അതിലേക്ക് പ്രതീക്ഷിക്കുന്നു. അല്ല, ആംബ്രോസിയ എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രീക്ക് ടേമാണ്. അതിൻ്റെ അർത്ഥം ഫുഡ് ഓഫ് ഗോഡ്സ്, അല്ലെങ്കിൽ അമരത്വം നൽകുന്ന ഭക്ഷണം, ഇമ്മോർട്ടാലിറ്റി നൽകുന്ന ഭക്ഷണം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഇത് ഒരു കൾച്ചറൽ അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രീക്ക് മിത്തോളജിയെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ മിത്തോളജിയിൽ അമൃത് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിനോട് ഭയങ്കര സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ആംബ്രോസിയ. നമ്മൾ ക്രിയേറ്റീവായിട്ടൊരു ഓവർകമ്മിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കൾച്ചറൽ അഡാപ്റ്റേഷൻ നടത്തിയിട്ടുള്ളത്, ഈ ഗ്രീക്ക് മിത്തോളജീനൊക്കെ യൂസ് ചെയ്ത്. സോ അങ്ങനെയാണ് നമ്മൾ ആംബ്രോസിയ എന്നൊരു ടൈമിലേക്കും ടൈറ്റിലേക്കും വന്നത്. പിന്നെ ആംബ്രോസിയുടെ അൾട്ടിമേറ്റായിട്ട് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഫൈൻ ഡൈനിങ് അല്ലെങ്കിൽ എലൈറ്റ് ക്ലാസ്, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു അർത്ഥമാണ് ആംബ്രോസിക്കുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സിനിമയ്ക്ക് യോജിച്ച് നിൽക്കുന്ന പോലെ ദൈവങ്ങളുടെ ഭക്ഷണം എന്നൊരു കോൺസെപ്റ്റാണ് അതിന് അടിസ്ഥാനപരമായിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.